ഹലോ, ഇന്നത്തെ മോർണിംഗ് വൈബില് കാണിക്കുന്നത് എല്ലാവരും മറന്നു പോയ ഒരു ചെടീന് യൂഫോർബിയ എന്നാണ് ഇതിൻ്റെ പേര്. കുറേ നാളുകൾക്ക് മുന്നേ നമ്മുടെ തോട്ടത്തിൽ അതിഥിയായി വന്ന ഒരു ചെടിയും കൂടിയാണ് യൂഫോർബിയ. ഇപ്പോൾ എല്ലാവരും നമ്മുടെ വീടുകളിൽ നിന്ന് തുടച്ചു മാറ്റി എന്ന് തന്നെ പറയുക ഈ ഒരു ചെടീനെ. ഇതിനെ പറ്റിയൊരു ചെറിയൊരു ന്യൂസ് പത്രങ്ങളിലും മീഡിയകളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ക്യാൻസർ വരുത്തുന്ന ഒരു ചെടീന് ഇതിൻ്റെ മുള്ള് പശയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ക്യാൻസർ വരുന്നൊക്കെ കുറേ നാളുകൾക്ക് മുന്നൊരു ന്യൂസ് വന്നിരുന്നു. അത് കേട്ടോടുകൂടി എല്ലാവരും പേടിച്ചിട്ട് ഈ ഒരു ചെടീനെ നമ്മുടെ തോട്ടങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി. ഇപ്പോൾ അധികം പേരുടെ കയ്യിലൊന്നും ഈ ചെടി കാണാൻ വഴിയില്ല. പക്ഷേ ഞാൻ എൻ്റെ കയ്യിലുള്ള യൂഫോർബിയയുടെ കളക്ഷൻ അന്നും ഇന്നും ഒരുപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. എത്രയൊക്കെ നമുക്ക് ഇത് കളക്ട് ചെയ്യാൻ പറ്റും അത്രയൊക്കെ കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. യൂഫോർബിയ ചെടി അന്ന് ക്യാൻസർ വരത്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പേടിയും തോന്നില്ല. എനിക്ക് പൂവും ചെടിയും കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ യൂഫോർബിയ ചെടി ഇപ്പോഴും ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യൂഫോർബിയക്ക് അധികം കെയറിങ് ഒന്നും വേണ്ട. നന വളരെ കുറവാണ്. ആഴ്ചയിൽ 1-2 തവണ ഇതിന് നമ്മൾ വെള്ളം കൊടുത്താൽ മതി. നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ എവിടെയെങ്കിലും പോയി വരുമ്പോഴും ഇത് ആദ്യത്തെക്കാളും കരുത്തോടെ പൂക്കളും ഇലകളുമായി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക. നന കുറയുമ്പോൾ ഒരുപാട് വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയും കൂടിയാണ് ഇത് യൂഫോർബിയ. മരുഭൂമിയിൽ വളരുന്ന ഒരു ചെടീന് യൂഫോർബിയ. ഇത് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ യൂഫോർബിയ കണ്ടുവരുന്നത്. ഇതിൻ്റെ പൂക്കൾ തന്നെ എന്താ ഭംഗി നോക്കിയാൽ കാണാനായിട്ട്. എത്രയോ കളറിലും വലിപ്പത്തിലും ഡിസൈനിലൊക്കെ ഇന്ന ഈ യൂഫോർബിയ പൂക്കൾ വരുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ എത്തിയ സമയത്ത് ഈ ഒരു ചെടിക്ക് ഭയങ്കര വിലയായിരുന്നു. ഞാനൊക്കെ എനിക്ക് തോന്നുന്ന ഒരു ചെറിയ തൈയൊക്കെ 250 രൂപയൊക്കെ കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. കൊച്ചു തൈ അവർ പറയുന്ന പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ടുണ്ട് നഴ്സറികളിൽ നിന്ന്.